ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് പ്ലസ് ടു ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. സ്റ്റാറ്റിക് മീൻസ് എനിത്തിങ് ദാറ്റ് ഡസ് നോട്ട് മൂവ് ഓർ ചേഞ്ച് വിത്ത് ടൈം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കൈനറ്റിക്, ദാറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് വിത്ത് മോഷൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്? Electrostatic deals with the study of forces, fields and potentials arising from static charges. മൂവ് ചെയ്യാത്ത ചാർജുകളിൽ നിന്നും ഉണ്ടാകുന്ന ഫോഴ്സുകളെ കുറിച്ചും ഫീൽഡിനെ കുറിച്ചും പൊട്ടൻഷ്യൽസിനെ കുറിച്ചൊക്കെയുള്ള സ്റ്റഡിയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്. ഇനി ഈ ഇലക്ട്രിക് ചാർജുകളുടെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ചിത്രത്തിൽ ഒരു സിൽക്ക് ത്രെഡിനെയും രണ്ട് ഗ്ലാസ് റോഡുകളെയും കാണാം. ഈ രണ്ട് ഗ്ലാസ് റോഡുകളും സിൽക്ക് ത്രെഡുമായി നന്നായിട്ട് റബ്ബ് ചെയ്യുക. അപ്പോൾ ഈ ഗ്ലാസ് റോഡിലുള്ള ഇലക്ട്രോണുകളെല്ലാം സിൽക്ക് ത്രെഡിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അങ്ങനെ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജും സിൽക്ക് ത്രെഡിന് നെഗറ്റീവ് ചാർജും കിട്ടും. അതുപോലെ രണ്ട് പ്ലാസ്റ്റിക് റോഡുകൾ എടുത്തിട്ട് സിൽക്ക് ത്രെഡിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ സിൽക്ക് ത്രെഡിലുള്ള ഇലക്ട്രോണുകൾ പ്ലാസ്റ്റിക് റോഡിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഇലക്ട്രോണുകൾ ആർക്കാണോ കിട്ടുന്നത് അവർക്ക് നെഗറ്റീവ് ചാർജും, ഇലക്ട്രോണുകൾ ആരിൽ നിന്നാണോ പോകുന്നത് അവർക്ക് പോസിറ്റീവ് ചാർജുമായിരിക്കും ഉണ്ടാവുക. പോസിറ്റീവ് ചാർജ് ലഭിച്ച രണ്ട് ഗ്ലാസ് റോഡുകളെ പരസ്പരം അടുത്തേക്ക് കൊണ്ടുവന്നാൽ അവ റിപ്പൽ ചെയ്തു പോകും, വികർഷിച്ചു പോകും. അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജുള്ള രണ്ട് പ്ലാസ്റ്റിക് റോഡുകളെ പരസ്പരം അടുപ്പിച്ച് നിർത്താൻ ശ്രമിച്ചാൽ അവയും റിപ്പൽ ചെയ്തു പോകുന്നത് കാണാം. എന്നാൽ ഗ്ലാസ് റോഡിനെയും പ്ലാസ്റ്റിക് റോഡിനെയും തമ്മിൽ അടുപ്പിച്ചാലോ അവ അട്രാക്റ്റ് ചെയ്യുന്നതും കാണാം. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈക്വൽ ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അല്ലെങ്കിൽ ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. The property which differentiates the two kinds of charges is called the polarity of charge. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഉപകരണം ഒരു ഇലക്ട്രോസ്കോപ്പാണ്. അപ്പോൾ ഇലക്ട്രോസ്കോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു വസ്തുവിന് ചാർജ് ഉണ്ടോ? അപ്പോൾ രണ്ട് തരം ചാർജുകൾ നമുക്ക് പരിചയമുണ്ട് അല്ലേ? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഇനി ഒരു വസ്തുവിൽ പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഉണ്ടോ എന്ന് തിരിച്ചറിയുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. അപ്പോൾ ഇതിലൂടെ ഈ ഇലക്ട്രോസ്കോപ്പിൻ്റെ അറ്റത്തായി എന്തുണ്ട്? ഒരു മെറ്റൽ റോഡ് ഉണ്ട്. അതിൻ്റെ മറ്റേ അറ്റത്താണ് ടു തിൻ ഗോൾഡ് ലീവ്സ് അറ്റാച്ച്ഡ് ടു ഇറ്റ്സ് ബോട്ടം എൻഡ്. അങ്ങനെ വെൻ എ ചാർജ്ഡ് ഒബ്ജെക്റ്റ് ടച്ചസ് ദ മെറ്റൽ നോബ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ റോഡ്, നമ്മൾ ഈ ഇലക്ട്രോസ്കോപ്പിൻ്റെ ടോപ്പിൽ ഒരു ചാർജ്ഡ് ഒബ്ജക്റ്റിനെ വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഫ്ലോസ് ഓൺ ടു ദ ലീവ്സ് ആൻഡ് ദേ ഡൈവേർജ്. ആ രണ്ട് ലീഫുകളും എന്താവും? ഡൈവേർജ് ചെയ്യും. എത്രത്തോളം അവർ ഡൈവേർജ് ചെയ്യുന്നതോ അതിനനുസരിച്ചിരിക്കും ചാർജിൻ്റെ എമൗണ്ട്. ദ ഡിഗ്രി ഓഫ് ഡൈവേർജൻസ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദ എമൗണ്ട് ഓഫ് ചാർജ്. ഇതൊരു ഇലക്ട്രോസ്കോപ്പാണ്. ഇപ്പം ഇതിൻ്റെ ലീഫുകൾ നോക്കിയേക്കൂ, പരസ്പരം കൂടിയാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ അടുത്തേക്ക് നമ്മളൊരു ചാർജ്ഡ് ബോഡിയെ കൊണ്ടുവരികയാണ്. അത് ഈ ഗ്ലാസ് റോഡ് എന്ത് ചെയ്യും? സിൽക്കിൽ നന്നായിട്ട് റബ്ബ് ചെയ്യാണ്. അപ്പോൾ ഗ്ലാസ് റോഡിലുള്ള ഇലക്ട്രോണൊക്കെ സിൽക്കിന് കിട്ടി. ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജായി. ഈ ഗ്ലാസ് റോഡിനെ ഇവിടെ ടച്ച് ചെയ്തപ്പോൾ ആ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടൊഴുകി ലീഫുകൾ സെപ്പറേറ്റ് ചെയ്ത് നിന്നു. നമുക്കിതിനെ ഡിസ്ചാർജ് ചെയ്യാനും സാധിക്കും. നമ്മൾ എന്ത് ചെയ്യുക? ഈ ഗ്ലാസ് റോഡിനെ എടുത്തു മാറ്റി നമ്മുടെ കൈ അവിടെ ടച്ച് ചെയ്താൽ എന്താണ്? ഇത് വീണ്ടും പഴയ നിലയിലേക്ക് മാറും. അപ്പോൾ നമ്മൾ കൈകൾ വെക്കുന്നതോടുകൂടി എന്ത് ചെയ്യാണ്? ഇതിലെ പോസിറ്റീവ് ചാർജുകൾ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കൈ ടച്ച് ചെയ്യുന്നതോടുകൂടി നമ്മുടെ കൈകളിലൂടെ നമ്മുടെ ശരീരത്തിലൂടെ ഈ പോസിറ്റീവ് ചാർജ് ഭൂമിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഭൂമി നല്ലൊരു ഇലക്ട്രോൺ ബാങ്കാണ്. ആവശ്യമുള്ളപ്പോൾ ഇലക്ട്രോണുകളെ സ്വീകരിക്കാനും ആവശ്യമുള്ളപ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനും ഭൂമിക്ക് കഴിയും. ഇലക്ട്രോസ്കോപ്പ് എന്തിനുള്ളതാണ്?
ഒരു വസ്തുവിന്റെ ചാർജിനെ ഡിറ്റക്ട് ചെയ്യാനാണ്. അത് ഏത് തരത്തിലുള്ള ചാർജ് ആയിക്കോട്ടെ, ആ ചാർജിനെ ഡിറ്റക്ട് ചെയ്യാനാണ് ഇലക്ട്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളെ കൈ ടച്ച് ചെയ്യുന്നതോടുകൂടി ഇവിടെയുള്ള പോസിറ്റീവ് ചാർജ് കംപ്ലീറ്റ് നമ്മുടെ കൈകളിലൂടെ ഭൂമിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അങ്ങനെ ഈ ഗോൾഡൻ ലീഫ് വീണ്ടും എന്താണ്, ഒരുമിച്ച് കൂടിച്ചേരും. ഇനി നമുക്ക് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് നോക്കാം. അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് പോയിന്റ് ചാർജുകളെ കുറിച്ചാണ്. എന്താണ് പോയിന്റ് ചാർജ്? ഇഫ് ദ സൈസ് ഓഫ് ദ ചാർജ് ബോഡീസ് ആർ വെരി സ്മോൾ ആസ് കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. രണ്ട് പോയിന്റുകൾ കൺസിഡർ ചെയ്യുക. ഒരു പേനയും കൊണ്ടൊരു കുത്തിട്ടാൽ അത് എത്രമാത്രം വലിപ്പമുണ്ടാവും? അപ്പോൾ അതുപോലെ രണ്ട് കുത്തുകൾ, അവ തമ്മിലുള്ള അകലം ഒരുപാട് അകലത്തിലാണെങ്കിൽ ഈ കുത്ത്, ഈ പോയിന്റിൻ്റെ വലിപ്പം നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും, അല്ലേ? വളരെ സ്മോൾ ആയിരിക്കും. അതാണ് ഈ പോയിന്റ് ചാർജ് എന്ന് പറയുന്നത്. അതായത് ഇഫ് ദ സൈസസ് ഓഫ് ചാർജ്ഡ് ബോഡീസ് ആർ വെരി സ്മോൾ ആസ് കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, വി ട്രീറ്റ് ദം ആസ് പോയിന്റ് ചാർജസ്. അപ്പോൾ ചാർജിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ്, ചാർജിൻ്റെ അടിസ്ഥാന ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണം അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. പോയിന്റ് ചാർജ് എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അഡിറ്റിവിറ്റി ഓഫ് ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ, ദ ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി ഈസ് ദ ആൾജിബ്രായിക് സം ഓഫ് ഓൾ ദ ചാർജസ് ലൊക്കേറ്റഡ് എനിവർ ഓൺ ദ ബോഡി. ഒരു വസ്തുവിലുള്ള എല്ലാ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കൂടിയതാണ് ആ വസ്തുവിൻ്റെ ടോട്ടൽ ചാർജ്. While taking algebraic sum, the sign of the charges must be taken into account. Example, if an extended body has charges plus 2q plus 5q minus 3q minus 8q etc., then the total charge എങ്ങനെ കോസ്റ്റ് ചെയ്യുക? ഏറ്റവും ചെറുതുമെന്ന് തുടങ്ങുക. പ്ലസ് 2q പ്ലസ് 5q മൈനസ് 3q മൈനസ് 8q എല്ലാം കൂടി സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ മൈനസ് 4q. അപ്പം എന്തായിരുന്നു അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്? ദ ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി ഈസ് ദ ആൾജിബ്രായിക് സം ഓഫ് ഓൾ ദ ചാർജസ് ലൊക്കേറ്റഡ് എനിവർ ഓൺ ദ ബോഡി. അപ്പം ആ വസ്തുവിലെ എല്ലാ സ്ഥലത്തും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ചാർജുകളുടെ ഒരു ആൾജിബ്രായിക് സമ്മാണ് ആ വസ്തുവിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ the total charge on the surface is the algebraic sum of individual charges present on that surface. രണ്ടാമത് നമ്മൾ നോക്കുന്നത് ചാർജസ് ആർ കൺസേർവ്ഡ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാർജിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ദ ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കൺസേർവ്ഡ്, അല്ലെങ്കിൽ ഈസ് കോൺസ്റ്റൻറ്റ്. It also implies that electric charges can neither be created nor destroyed. If an object loses some charge, an equal amount of charge appears somewhere else. ഇതാണ് ചാർജിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി. ചാർജസ് ആർ കൺസേർവ്ഡ്. അടുത്തത് ചാർജസ് ആർ ക്വാണ്ടൈസ്ഡ്. ചാർജസിൻ്റെ അടുത്ത പ്രോപ്പർട്ടിയാണ് ദേ ആർ ക്വാണ്ടൈസ്ഡ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ദ ചാർജ് ഓഫ് എ ബോഡി ഇൻ ദ യൂണിവേഴ്സ് ഈസ് an integer multiple of a basic charge E. അതായത് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് നമുക്കറിയാം 1.6 × 10⁻⁻⁹ കൂളോം. അപ്പോൾ ഈ യൂണിവേഴ്സിലെ എല്ലാ ചാർജുകളും n എന്ന് പറഞ്ഞ ഒരു ഇൻറ്റിജർ. അപ്പോൾ ഈ എത്ര ചാർജ് ഉണ്ടെങ്കിലും അതൊക്കെ ഒരു ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഇതാണ് ചാർജസ് ആർ ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ദ ചാർജ് ഓഫ് എ ബോഡി ഇൻ ദ യൂണിവേഴ്സ് ഈസ് an integer multiple of a basic charge E, Q equal to plus or minus NE. ഇതിൽ n എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്, E എന്ന് പറയുന്നത് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജ് 1.6 × 10⁻⁻⁹ കൂളോം. അപ്പം നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ് നോക്കിയിരുന്നത്. ചാർജസ് ആർ അഡിറ്റീവ്. ദ ടോട്ടൽ ചാർജ് ഓൺ എ സർഫസ് ഈസ് ദ algebraic sum of individual charges present on that surface. ഇപ്പോൾ ഒരു സർഫസിലുള്ള ചാർജുകൾ നമ്മൾ പേരിടുകയാണ് Q1, Q2, Q3 എക്സെട്ര. അങ്ങനെ QN ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്താ? 1 2 3 4 അങ്ങനെയുള്ള നമ്പർ. അപ്പോൾ അങ്ങനെ QN
ദ ചാർജസ് ഓൺ ദ സർഫസ്. അങ്ങനെയാണെങ്കിൽ ആ സർഫസിലെ ടോട്ടൽ ചാർജ് അല്ലെങ്കിൽ നെറ്റ് ചാർജ് ഈക്വൽ ടു ക്യൂ ടോട്ടൽ ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 എക്സെട്ര പ്ലസ് Qn. രണ്ടാമത്തെ പ്രോപ്പർട്ടി ചാർജസ് ആർ ക്വാണ്ടൈസ്ഡ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? The charge of a body in the universe is an integer multiple of basic charge E. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും യൂണിവേഴ്സിലെ ചാർജുകളെല്ലാം. Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ഇ. എൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ, അതായത് എന്നിൻ്റെ നമ്പർ 1 2 3 4 അങ്ങനെയുള്ള ഏത് നമ്പറും വരാം. ഇ ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻⁻19 കൂളോം. മൂന്നാമത്തെ പ്രോപ്പർട്ടി ചാർജസ് ആർ കൺസേർവ്ഡ്. ദ ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഈസ് ആൾസോ ഇംപ്ലൈസ് ദാറ്റ് an electric charge can neither be created nor destroyed. If an object loses some charges, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് അല്പം ചാർജ് നഷ്ടമായാൽ an equal amount of charge appears somewhere else. ഇപ്പോൾ നമ്മൾ ഗ്ലാസ് റോഡിനെ സിൽക്ക് ക്ലോത്തുമായിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യപ്പെടും. ഒരാൾക്ക് ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ട മറ്റേ ആളടുത്ത് ആ ഇലക്ട്രോണുകൾ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഹൗ മെനി ഇലക്ട്രോണിക് ചാർജസ് ഫോം 1 കൂളം ഓഫ് ചാർജ്? അപ്പൊ ഇവിടെ നമുക്ക് കാണേണ്ടത് നമ്പർ ഓഫ് ചാർജസിനെയാണ് കാണേണ്ടത്. ഒരു കൂളോം ചാർജ് ഉണ്ടാക്കണമെങ്കിൽ എത്ര ഇലക്ട്രോണിക് ചാർജുകൾ വേണം? അപ്പൊ Q തന്നിട്ടുണ്ട്. ഇലക്ട്രോണുകളുടെ ചാർജ് 1 കൂളമാണ്. അപ്പൊ ഈ 1 കൂളം ചാർജ് ഉണ്ടാക്കാൻ എത്ര ഇലക്ട്രോണുകൾ വേണം? അപ്പൊ N ആണ് കാണേണ്ടത്. അപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ ചാർജാണ് 1.602 ഇൻറ്റു 10⁻⁻19 കൂളം. നമുക്കിത് കാണാനുള്ള ഇക്വേഷൻ, ഇലക്ട്രോണുകളുടെ ചാർജ് കാണാനുള്ള ഇക്വേഷൻ Q ഈക്വൽ ടു NE ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ചാർജ് കാണാനുള്ള ഇക്വേഷൻ. ഇതിൽ നമുക്ക് കാണേണ്ടത് എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ N ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ E. അപ്പോൾ N ഈക്വൽ ടു ടോട്ടൽ ചാർജ് 1 ആണ്, 1 കൂളം ചാർജ് ആണ്, ഡിവൈഡഡ് ബൈ ഒരു ഇലക്ട്രോണിന്റെ ചാർജ്. അത് തമ്മിൽ ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോണിക് ചാർജസ് കിട്ടും. അത് എത്രയാണ്? 6.25 ഇൻറ്റു 10⁻18. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ N ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1.602 ഇൻറ്റു 10⁻⁻19 വരെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഉത്തരം കണ്ടെത്താം. അടുത്ത ചോദ്യം, എ കണ്ടക്ടർ ഹാസ് എ നെഗറ്റീവ് ചാർജ് ഓഫ് 4.8 ഇൻറ്റു 10⁻⁻17 കൂളം. ഇവിടെ നമ്മൾ കാണേണ്ടത് ദ നമ്പർ ഓഫ് എക്സസ് ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ. അപ്പൊ ഇവിടെ ചാർജ് തന്നിട്ടുണ്ട് Q ഈക്വൽ ടു 4.8 ഇൻറ്റു 10⁻⁻17 കൂളം. അപ്പൊ നമ്മൾ മൈനസ് സൈൻ കൊടുക്കാൻ കാരണം നെഗറ്റീവ് ചാർജ് ആണെന്ന് ചോദ്യത്തിൽ എടുത്തു പറഞ്ഞതുകൊണ്ടാണ്. പിന്നെ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് അവിടെയും നമ്മൾ മൈനസ് കൊടുത്തു. കാരണം എന്താണ്? ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് എക്സസ് ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഇലക്ട്രോണിന്റെ ചാർജ് -1.6 ഇൻറ്റു 10⁻⁻19 എന്ന് കൊടുത്തു. ഇനി ചാർജ് കാണാനുള്ള ഇക്വേഷൻ ആണ് Q ഈക്വൽ ടു NE. ഇതിൽ നിന്നും നമ്പർ ഓഫ് ചാർജസ് ആണ് കാണേണ്ടത്. അപ്പൊ Q ഡിവൈഡഡ് ബൈ E. N ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ E. ഇതിലേക്ക് നമുക്ക് കയ്യിലുള്ള വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്താൽ നമ്പർ ഓഫ് ചാർജസ് നമുക്ക് 300 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ആദ്യം എന്താ കിട്ടിയത്? -4.8 ഇൻറ്റു 10⁻⁻17 ഡിവൈഡഡ് ബൈ -1.6 ഇൻറ്റു 10⁻⁻19. ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് മൈനസുകളും നമ്മൾ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് അപ്പൊ നമുക്ക് കിട്ടിയത് 3 ഇൻറ്റു 10⁻⁻17 ഇൻറ്റു ഈ ഡിനോമിനേറ്ററിലുള്ള -19 മുകളിലേക്ക് പോയപ്പോൾ +19 ആയി. നമുക്കറിയാലോ പവറുകളെ തമ്മിൽ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അവരെ കൂട്ടുകയാണ് ചെയ്യുക. +19 പ്ലസ് -17 എന്ന് പറഞ്ഞാൽ എന്താണ്? വലുതിന്ന് ചെറുത് കുറച്ചു, വലുതിന്റെ സൈൻ ഇട്ടു. അങ്ങനെയാണ് 3 ഇൻറ്റു 10⁻2 കിട്ടിയത്. 3 ഇൻറ്റു 10⁻2 എന്ന് പറഞ്ഞാൽ 300. നമ്പർ ഓഫ് ചാർജസ് ആണ്. അപ്പോൾ യൂണിറ്റ് ഇല്ല, രണ്ടും എന്താണ്? മുകളിലും താഴെയും കൂളോം തന്നെയായിരുന്നു, അത് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമ്പർ ഓഫ് ചാർജസ് നമുക്ക് കിട്ടി 300. അടുത്ത ചോദ്യം, ഓൾ ഫ്രീ ചാർജസ് ആർ ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ്
a basic unit charge E. The quantization rule of electric charge implies ഇതിലേതാണ് ക്വാണ്ടൈസേഷൻ റൂള് ഫോളോ ചെയ്യുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, Q = NE. ഇത് വെച്ചിട്ടാണ് ഇതിന് തൊട്ടുമുമ്പ് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തത്. അതിൽ നമ്മൾ ചെയ്തത് എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മൾ കണ്ടെത്തിയത് ചാർജ് തന്നിട്ട്. അപ്പോൾ ശരി ഉത്തരം Q = NE. അടുത്ത ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. കോളം എയും കോളം ബിയും തമ്മിൽ മാച്ച് ചെയ്യാനാണ്. അപ്പോൾ ഫോഴ്സ്, ചാർജ്, ഇലക്ട്രിക് ഫീൽഡ്, ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ ശരിയായ ഇവയുടെ യൂണിറ്റിലേക്കാണ് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ചാർജിൻ്റെ യൂണിറ്റ് കൂളമാണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് വോൾട്ട് പെർ മീറ്റർ, ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് കൂളം മീറ്റർ. ഇനി കൂളംസ് ലോ എന്താ നോക്കാം. കൂളംസ് ലോ പറയുന്നത് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു സ്റ്റേഷനറി ഇലക്ട്രിക് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. എന്താണ് കൂളംസ് ലോ പറയുന്നത്? 2 സ്റ്റേഷനറി ചാർജസ്, അനങ്ങാതെ നിൽക്കുന്ന 2 ചാർജുകൾ, ആ ചാർജുകൾക്കിടയിലുള്ള അട്രാക്ഷൻ, ചിലപ്പോൾ റിപ്പൽഷൻ ആവാം, എന്തായാലും ആ ഫോഴ്സ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ആ 2 ചാർജുകളുടെയും ഗുണനഫലത്തിന് നേരനുപാതത്തിലും അതുപോലെ അവ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? 2 ചാർജുകളുടെ പ്രോഡക്റ്റ് കൂടുന്തോറും അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് കൂടുതലായിരിക്കും. എന്നാൽ അകലം കൂടുന്തോറും അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് കുറവായിരിക്കും. ഇതാണ് കൂളംസ് ലോ. ഇതാണ് 2 ചാർജുകൾ നേർത്ത Q1, Q2. ഈ 2 ചാർജുകൾക്കിടയിൽ എന്തുണ്ട്? ഇവ Q1 പോസിറ്റീവാണ്, Q2 പോസിറ്റീവാണെങ്കിൽ ഇവ തമ്മിൽ പരസ്പരം റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. അതല്ല Q1 Q2 നെഗറ്റീവ് ചാർജുകളാണെങ്കിലോ ഇവയ്ക്കിടയിൽ റിപ്പൾസീവ് ഫോഴ്സ് തന്നെ ഉണ്ടാവും. ഇനി അതിനു പകരം Q1 പോസിറ്റീവും Q2 നെഗറ്റീവും ആണെങ്കിലോ ഇവ പരസ്പരം അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതാണ് കൂളംസ് ലോ പറയുന്നത്. ഇവക്കിടയിലുള്ള 2 ചാർജുകൾക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഈ 2 ചാർജുകളുടെയും ഗുണനഫലത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ. ഇവയുടെ പ്രോഡക്റ്റ് കൂടിയാൽ ഇവക്കിടയിലുള്ള ഫോഴ്സും കൂടും. ഇനി ഇവക്കിടയിലുള്ള അകലം വർദ്ധിക്കും തോറും ആ ഫോഴ്സ് കുറയാണ് ചെയ്യുക. അതാണ് ഫോഴ്സ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ 2 ഇക്വേഷനെ കൂടി കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ചാർജ് എന്നുള്ളതിന് ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ Q1 Q2 ഡിവൈഡഡ് ബൈ ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R². R² കൂടിയാൽ, ഡിനോമിനേറ്ററിലെ സംഖ്യ കൂടിയാൽ എന്താണ്? ഫോഴ്സ് കുറയും. എന്നാൽ ന്യൂമറേറ്ററിലെ സംഖ്യ കൂടുന്തോറും ഫോഴ്സ് കൂടും. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റിക്ക് പകരം നമ്മളൊരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരാണ്. അപ്പൊ F = K × Q1 Q2 ഡിവൈഡഡ് ബൈ R². ഈ കെയുടെ പേരാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഇനി കെയുടെ വാല്യൂ ഏത് മീഡിയത്തിലാണോ ഈ ചാർജുകൾ ഇരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കെയുടെ വാല്യൂ നമ്മൾ കൊടുക്കുന്നത് 1 ഡിവൈഡഡ് ബൈ 4πε. ഈ എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ആണ്. ഏത് മീഡിയത്തിലാണോ ഈ ചാർജുകൾ ഇരിക്കുന്നത് ആ മീഡിയത്തിന് ഈ ചാർജുകളെ തടയാനുള്ള കഴിവ്, അതാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെർമിറ്റിവിറ്റിയെ നമുക്ക് എങ്ങനെ പറയാം? ε0 × ε r. ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ വാക്വം അല്ലെങ്കിൽ എയർ. εr എന്ന് പറഞ്ഞാലോ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. ഇനി ഈ വാക്വത്തിലെ ε0യുടെ വാല്യൂ
8.854 into 10⁻12 ആണ്. ഇതിൽ എഫ് എന്താണ്? ഫാരഡ് മീറ്റർ ഇല്ലേ, എം മീറ്റർ. നമുക്കിനി ഈ കെയുടെ വില കാൽക്കുലേറ്റ് ചെയ്യാം. എത്രയാണ് കെയുടെ വാല്യൂ വരിക? 1/4π into 8.854 into 10⁻12 into 1 equal to 9 into 10�9 ആണ് വാക്വത്തിലുള്ള കെയുടെ വില. നമ്മൾ പറഞ്ഞില്ലേ, ഈ ഏത് മീഡിയമാണ് അതിനനുസരിച്ച് കെയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ കെയുടെ വില നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഈ ഇക്വേഷനിൽ. കെക്ക് പകരം വാല്യൂ ഇട്ട് കൊടുത്താൽ 9 into 10�9 into Q1 Q2 divided by R². ഈ എപ്സിലോൺ ആറിനെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് വേറൊരു പേര് കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു എപ്സിലോൺ ഈക്വൽ ടു അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി ഈക്വൽ ടു റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇൻറ്റു പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിലേറ്റീവ് പെർമിറ്റിവിറ്റി കണ്ടൂടെ? എപ്സിലോൺ ആർ ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇൻ എനി ആർബിട്രറി മീഡിയം F equal to 9 into 10�9 divided by epsilon r into Q1 Q2 divided by R². കൂളംസ് ലോയെ കുറിച്ച് ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു തവണ കൂടി ആവർത്തിച്ച് പറയാണ്. കൂളംസ് ലോ പറയുന്നത് എന്താണ്? ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് is directly proportional to the product of charge and indirectly proportional to the square of distance between them. ആ സ്ക്വയർ എന്നുള്ള പോയിന്റ് മറക്കരുത്. അങ്ങനെ നമ്മൾ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 ഇൻറ്റു Q2, അതുപോലെ എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡഡ് ബൈ R² എന്നിങ്ങനെ പറഞ്ഞു അല്ലേ? അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² നമ്മൾ ഒന്നിച്ചെഴുതി. ഇനി ഈ ഇൻവേഴ്സ് സൈന് പകരം നമ്മൾ എന്ത് ചെയ്യാൻ? ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരാണ്. അപ്പോൾ എഫ് സമം കെ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇനി ഈ കെ എന്ന് പറഞ്ഞാൽ കെ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4π എപ്സിലോൺ 0 ആണ്. എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ആണ്. അതായത് ഒരു ചാർജിന് ചുറ്റും അതിൻ്റെ ഫീൽഡ് ലൈനുകൾ ഉണ്ടാവുമല്ലോ, ആ ഫീൽഡ് ലൈനുകളെ ഓരോ മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വാട്ടർ ആവാം, ഗ്ലാസ് ആവാം, എയർ ആവാം. അപ്പോൾ ഓരോ മീഡിയത്തിനും എന്തുണ്ട്? ഈ ചാർജിൻ്റെ ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസിനെ തടയാനുള്ള കഴിവുണ്ട്. അതാണ് പെർമിറ്റിവിറ്റി. ഇവിടെ വാക്വത്തിൽ അല്ലെങ്കിൽ എയറിലെ പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ 0. അപ്പോൾ ഈ കെയുടെ വില ഓരോ മീഡിയത്തിനനുസരിച്ചും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇവിടെ എയറിൻ്റെ എപ്സിലോൺ 0, എയറിൻ്റെ പെർമിറ്റിവിറ്റി 8.854 ഇൻറ്റു 10⁻12 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കെയുടെ വില കാണാം. കെ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു പൈയുടെ വില 3.14 ഇട്ട് കൊടുക്കുക ഇൻറ്റു 8.854 ഇൻറ്റു 10⁻12 ചെയ്താൽ കെയുടെ വില നമുക്ക് കിട്ടും 9 ഇൻറ്റു 10⁻9 ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൂളംസ് ലോ പ്രകാരമുള്ള ഇക്വേഷനാണ് നമ്മൾ ആ ബോക്സിൽ ഇട്ടിട്ടുള്ളത്. എഫ് ഈക്വൽ ടു കെയുടെ വാല്യൂ നമ്മൾ കൊടുത്തു 1 ഡിവൈഡഡ് ബൈ 4π എപ്സിലോൺ 0 ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R². ഈ വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ ആകെ ഈ ഭാഗത്ത് നോക്കിയത് ഇലക്ട്രിക് ചാർജസ്, നെഗറ്റീവ് ചാർജിൻ്റെ, പോസിറ്റീവ് ചാർജിൻ്റെ, പിന്നെ ഈക്വൽ ചാർജുകളാവുമ്പോൾ ഒരു നെഗറ്റീവ് മറ്റൊരു നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ അവ തമ്മിൽ റിപ്പൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മറ്റൊരു പോസിറ്റീവ് അവ തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും. എന്നാൽ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജുകളാണെങ്കിൽ അട്രാക്ഷൻ ഉണ്ടാവുക. അതിൻ്റെ പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നാണ് ഇതിന് പറയാം. പിന്നെ നമ്മൾ നോക്കിയത് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ്. അതിൽ അഡിറ്റിവിറ്റി, കൺസർവേഷൻ ഓഫ് ചാർജ്, ക്വാണ്ടൈസേഷൻ, ഇതെല്ലാം നമ്മൾ നോക്കി. പിന്നെ നമ്മൾ നോക്കിയത് കൂളംസ് ലോ ആണ്. എന്തായിരുന്നു കൂളംസ് ലോ? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു സ്റ്റേഷനറി ഇലക്ട്രിക് ചാർജസ് ഈസ് directly proportional to the product of the charges and inversely proportional to the square of the distance between them.
നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡൈനാമിക് ഇലക്ട്രിസിറ്റി. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാത്ത ചാർജുകൾ, ഡൈനാമിക് എന്ന് പറയുമ്പോൾ കൈനറ്റിക് ആയ മൂവ് ചെയ്യുന്ന ചാർജുകളെ കുറിച്ചുള്ള സ്റ്റഡി. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.